ഉഷ് പറഞ്ഞു. തന്റെ പണവും ബാഗും എല്ലാം അവർ പിടിച്ചു വാങ്ങി. പുലർച്ചെയാണ് ഗുണ്ടകൾ മർദ്ദിച്ചതെന്നും ഗുണ്ടകൾ തന്നെ പിന്തുടർന്നിരുന്നതായും മർദ്ദനത്തിനിരയായ അജയ് ഘോഷ് 24-നോട് പറഞ്ഞു. മർദ്ദനത്തെ തുടർന്ന് എറണാകുളത്തേക്ക് വരാൻ തന്നെ ഭയമായിരുന്നുവെന്നും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉറപ്പിനെ തുടർന്നാണ് തിരികെ വന്നതെന്നും അജയ് ഘോഷ് പറയുന്നു. കല്ലട ബസ് ജീവനക്കാരുടെ ക്രൂര മർദ്ദനത്തിനിരയായ അജയ് ഘോഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം മർദ്ദനത്തെ തുടർന്ന് അവശനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രൂരമർദ്ദനങ്ങൾ തന്നെയാണ് അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഞാൻ 20-ാം തീയതി രാത്രി 10 മണിയോടുകൂടി അവിടുന്ന് ബസ്സിൽ കയറി C4 സീറ്റിൽ യാത്രക്കാരനായിരുന്നു. ബസ് ഏകദേശം ഞാൻ ഉറങ്ങിപ്പോയി, കയറി കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ എഴുന്നേക്കുമ്പോൾ ഒരു മണിയോട് അടുപ്പിച്ചൊരു ബഹളം കേട്ടിട്ട് എഴുന്നേക്കുമ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇത് ഹരിപ്പാടിനടുത്ത് കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ സഹയാത്രികരും ഈ ബസ്സിലെ ഒരു ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബസ് ചേട്ടാ ഇവിടെ ബസ് അരമണിക്കൂറായി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്, ഇവർ നമുക്ക് പോകാൻ വേറെ ഏർപ്പാടും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് ഇപ്പോൾ ഈ സ്റ്റാഫിന് തമിഴേ അറിയുള്ളൂ. എനിക്ക് കുറച്ച് തമിഴ് അറിയാവുന്നതുകൊണ്ട് ഞാൻ അയാൾ തമിഴ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ വന്ന് ടെമ്പററി സ്റ്റാഫ്, എനിക്ക് ഹെഡ് ഓഫീസറെ നമ്പറൊന്നും தெரியாது, ഇവർ ഹെഡ് ഓഫീസർ നമ്പർ കേട്ട് തന്നെ ഇരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എന്ത് ചെയ്യും? അവരെങ്കയോ പോയച്ച് എനിക്ക് தெரியாതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടെയുള്ള എൻ്റെ സഹയാത്രികർ പറഞ്ഞു, അവന്മാർ രണ്ടുപേരും പോയി, ഇയാളും പോകാനിരിക്കുകയാണ്, നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു കട പോലും ഇല്ലാത്തൊരു സ്ഥലം, സ്ത്രീകളടക്കം ബസ്സിലുണ്ട്. ഞാൻ കല്ലടയുടെ സൈറ്റിൽ ചെന്നിട്ട് അവരുടെ വൈറ്റിലെ ഓഫീസിൽ നമ്പർ എടുത്തു. അവിടെ വിളിച്ചപ്പോൾ അവരുടെ മാനേജറോ ആരോ ഫോൺ എടുത്തിട്ട് അയാൾ വളരെ റാഷായിട്ടാണ് പറയുന്നത്, തിരുവനന്തപുരത്ത് മെക്കാനിക്കിനെ വിടും, ആ മെക്കാനിക്ക് വന്ന് ബെയറിങ് നന്നാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞു, എടോ അതിന് തിരുവനന്തപുരത്ത് ഒരു മെക്കാനിക്ക് ഇവിടെ വരണമെങ്കിൽ 4-5 മണിക്കൂറാകുകയല്ലേ, താനെന്ത് വർത്താനം പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ചെല്ലല്ലേ. അപ്പോൾ പുള്ളി വയ്ക്കുന്നതന്നെ വായുഗുളിക വാങ്ങിക്കും, അമ്മയ്ക്ക് വായുഗുളിക വാങ്ങിക്കാം, അമ്മയെ കെട്ടിക്കാൻ പോകാനാണോ, അവിടെ കിടക്ക്, മെക്കാനിക്ക് വരട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ബസ് കേടാകുന്ന സമയത്ത് നിങ്ങൾ പകരം ബസ് ഇട്ട് തരണം, അതാണ് മാന്യത. ഞങ്ങളെ പൈസ ഇത്രയും വാങ്ങിച്ചിട്ട് നിങ്ങൾ പകരം ബസ് ഇടാതെ തന്നെ. അപ്പോൾ അതിന് കാതലായ പ്രശ്നം അപ്പോഴാണ് അയാൾ പറയുന്നത്, ഇത് 2000 രൂപ ഒരു മെക്കാനിക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമാണ്, ബസ് പകരം ഇട്ട് കഴിഞ്ഞാൽ 10-30,000 രൂപയാകും, 30,000 രൂപയ്ക്ക് മുകളിലാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബസ് ഇടില്ല, മെക്കാനിക്ക് വരും എന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്നുള്ള നിലപാടിൽ ഞങ്ങളെടുത്തു. യാത്രക്കാരെല്ലാവരും ഒന്നിച്ച് നിന്ന് ഈ സ്റ്റാഫിന്. അപ്പം പിന്നെ ഒരു കലുഷിത അന്തരീക്ഷം വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കായംകുളം DYSPയുടെ നമ്പർ ഇതുപോലെ ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹത്തെ വിളിച്ച് വിവരം പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ വിതിൻ 5 മിനിറ്റ്സ് ഹരിപ്പാട് CI ബാബു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സാർ അവിടെ വന്നു. അദ്ദേഹം ഒരു പോലീസുകാരും കൂടെ അവിടെ വാഹനത്തിൽ വന്നു, ഞങ്ങളോട് വിവരം ചോദിച്ചു. അദ്ദേഹം ഇവരുടെ സ്റ്റാഫിനെ ചോദ്യം ചെയ്തു.